നീ ഒരു നോ പറഞ്ഞാൽ ഏത് ദിവസം കടന്നു പോകുന്ന പോലെ ഈ ദിവസം കടന്നു പോകും. പക്ഷെ നീ ഒരു യെസ് പറഞ്ഞാൽ നീ ഒരു അടയാളം. മരിച്ചു കഴിഞ്ഞ് അവസാനം കാണാൻ പോകുന്ന 7 മിനിറ്റിലെ ഏറ്റവും ഹാപ്പിനെസ് കിട്ടാൻ പോകുന്ന മെമ്മറിക്കാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് കം ഔട്ട്. എടാ എനിക്ക് പറ്റില്ല, എനിക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. എടാ എന്ത് കമ്മിറ്റ്മെന്റ്സ്? ഞാൻ വിളിച്ച എൻ്റെ കൂടെ ട്രിപ്പിന് വരെ 100 പേരാ ഉള്ള എൻ്റെ കൂടെ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് നിന്നെ മാത്രം വിളിക്കുന്നു? ബിക്കോസ് യു ഡിസേർവ് സം ഹാപ്പിനെസ് ഇൻ ലൈഫ് മാൻ. നിന്റെ പ്ലാൻ പറ. ഇതാണ് എൻ്റെ പ്ലാൻ. കോട്ടയത്ത് നിന്ന് തീവണ്ടി പിടിച്ച് നേരെ പോയി കൊച്ചിക്ക് ഇറങ്ങുന്നു. കൊച്ചിയിൽ നിന്ന് ടപ്പയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച് പോയി ഇറങ്ങുന്നു ഡൽഹിയിൽ നിന്ന് ബൈ റോഡ്. ബസ്സിന് നമ്മൾ ചെല്ലുന്നു മണാലി. അവിടെ നിന്ന് ബുള്ളറ്റ് എടുത്ത് കുടുകുടു എന്ന് പറഞ്ഞ് മൗണ്ട് എവറസ്റ്റ് മണ്ടേ കയറി ചെന്നൊരു കൊടിയും കുത്തുന്നു. ഇൻസ്റ്റേ ഫോട്ടോ ഇടുന്നു. പക്ഷെ അടയാളമാണ്. ഇതുവെല്ലാം നടക്കുവോ പിള്ളേരെ? നെഗറ്റിവിറ്റി. എടാ കൊള്ളാം, പക്ഷെ EMI അടച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒന്നുമില്ല. നീ EMI മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ആർക്ക് വേണ്ടി അടയ്ക്കുന്നത്? നിന്റെ ഈ നെഗറ്റിവിറ്റി പടർത്തുന്ന വീട്ടുകാർക്ക് വേണ്ടിയോ അതോ ഭാവിയിൽ നിനക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് പിള്ളേർക്ക് വേണ്ടിയിട്ടോ? എടാ ഇതും ഒരു EMI തന്നെയാണ്. പക്ഷെ നീ നിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി അടയ്ക്കാൻ പോകുന്ന EMI അത് അടയ്ക്കാൻ നീ റെഡിയാണോ? അപ്പോൾ ഓക്കെ, ഞാൻ പോയി കൊച്ചിക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാം. നീ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് റെഡി ആയിട്ട് വെക്കുക. ചേട്ടാ 2 കൊച്ചി. അതെ അതെ ടിക്കറ്റ് കിട്ടിയാ? എടാ നിന്റെ പേര് നല്ല വെയിറ്റ്, ഒന്ന് എടുക്കാൻ പോവാ. ആ ഒന്ന് വന്ന് ചെറിയൊരു പ്രശ്നം. എടാ ഞാൻ ഈ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്, ഈ സാലറി ക്രെഡിറ്റ് ആയ അക്കൗണ്ടിൽ നിന്ന് സെക്കൻഡറി അക്കൗണ്ടിലോട്ട് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വിട്ടുപോയി. ഇവന്മാരാണ് ഈ ഷടയെന്ന് കയറി അങ്ങ് EMI പിടിച്ച് കളഞ്ഞ്. അതുകൊണ്ട് അക്കൗണ്ടിലാണ് ഇപ്പോൾ കാശില്ല. അതുകൊണ്ടേ ഇപ്പം ഈ ഒരു ട്രിപ്പിന് നീ നൈസായിട്ടൊക്കെ റോൾ ചെയ്തിടുവാണെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ നേരെ ടപ്പേന്ന് തിരിച്ചിട്ടേക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ EMI അടയ്ക്കാൻ മാത്രമേ എൻ്റെ കാശുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടിയായിട്ട് നേരെ വീട്ടോട്ട് ഇടുക, ഞാൻ പോയിട്ട് വരാം. ഓക്കെ? ഓ ശരി. ഹാപ്പി ജേണി.